വ്യോമസേന പൈലറ്റ് പാക് പിടിയിലായതോടെ മുഖനഷ്ടമായി കേന്ദ്ര സർക്കാർ. പുൽവാമയിൽ തിരിച്ചടി നൽകിയത് ആഘോഷിക്കാൻ ആവശ്യപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തൊട്ടടുത്ത ദിവസം പൊതുപരിപാടികൾ പോലും റദ്ദാക്കേണ്ടി വന്നു. പാകിസ്ഥാൻ പിടിയിലുള്ള വിംഗ് കമാൻഡർ അഭിനന്ദ് വർത്തമാനെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കണമെന്ന് ഇന്ത്യയുടെ ആവശ്യത്തോടുള്ള പാക് പ്രതികരണം ഇന്നറിയാം. പാക് മണ്ണിൽ കടന്നുകയറി തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്തതിന്റെ ആഘോഷം തീരുന്നതിനു മുമ്പാണ് ഇന്ത്യയെ ഞെട്ടിച്ച് പൈലറ്റ് പാക് പിടിയിലായത്. പാകിസ്ഥാൻ തടങ്കലിലാക്കിയ MiG-21 വിമാനത്തിന്റെ പേര് വിദേശകാര്യവകുപ്പ് പരസ്യമാക്കിയിട്ടില്ല. പക്ഷേ പാക് മാധ്യമങ്ങൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ പ്രകാരം വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാനാണ് പാക് തടങ്കലിലുള്ളത്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ജനീവ കരാർ പ്രകാരം വിംഗ് കമാൻഡറെ സംരക്ഷിക്കണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം. സുരക്ഷിതമായി തിരികെ ഏൽപ്പിക്കണമെന്നും ഇന്ത്യ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ ഇതു സംബന്ധിച്ച് പ്രതികരിക്കാൻ വിദേശകാര്യവകുപ്പോ പ്രതിരോധ മന്ത്രാലയമോ തയ്യാറായിട്ടില്ല. യുദ്ധമല്ലാത്ത സമയത്ത് ഇന്ത്യ പാക് സംഘർഷങ്ങൾ പലതവണയുണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും വ്യോമസേന പൈലറ്റിനെ ഇന്ത്യക്ക് നഷ്ടമായിട്ടില്ല. തിരികെ എത്തിക്കാൻ പാകിസ്ഥാനുമായി വീണ്ടും നയതന്ത്ര ചർച്ചകൾ ആരംഭിക്കേണ്ട അവസ്ഥയിലാണ് കേന്ദ്ര സർക്കാർ. രാഷ്ട്രീയമായും മോദിക്കും BJPക്കും ഏറെ ക്ഷീണം ചെയ്യും ഇത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണായുധമാക്കാനായിരുന്നു BJPയുടെ ശ്രമം. പക്ഷെ ഒരു ഇന്ത്യൻ പൈലറ്റ് പാക് പിടിയിലായത് ന്യായീകരിക്കാൻ ഭരണപക്ഷം ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കാസർഗോഡ് ജില്ലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾക്ക് കോൺഗ്രസ് സമീപനം തിരിച്ചടിയാകുന്നു. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ബന്ധുക്കളെ മുൻനിർത്തി സെക്രട്ടേറിയറ്റിലേക്കും സമരം വ്യാപിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. CBI അന്വേഷണം വന്നാൽ കൊലക്കേസിൽ CPIM നേതാക്കളെയും പ്രതി ചേർക്കാൻ വഴിതേടുകയാണ് കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വം. പെരിയയിലെ ഇരട്ടക്കൊലപാതകത്തെ അപലപിക്കാത്തവർ ആരുമില്ല. കേസിൽ അറസ്റ്റിലായ ഏക CPIM അംഗത്തെ പാർട്ടി പുറത്താക്കുകയും മറ്റ് പ്രതികൾക്ക് പാർട്ടിയുടെ സംരക്ഷണം ഉണ്ടാകില്ലെന്ന് സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ജില്ലാ നേതൃത്വവും വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ നടത്തുന്ന അന്വേഷണത്തിന്റെ തീരുമാനത്തിന് കാക്കാതെ CBI അന്വേഷണം എന്ന ആവശ്യമുന്നയിച്ച് വിവിധ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് ജില്ലയിൽ കോൺഗ്രസ്. പ്രശ്നം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സജീവമായി നിലനിർത്തുകയാണ് കോൺഗ്രസ് ലക്ഷ്യം. സമാധാന ശ്രമങ്ങളോട് സഹകരിക്കാത്ത കോൺഗ്രസ് UDF നിലപാടുകളെ CPIM അപലപിച്ചു. സർക്കാർ നിർദ്ദേശിക്കുന്ന ഏതന്വേഷണത്തെയും CPIM ഭയക്കുന്നില്ലെന്ന് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ നടക്കുന്ന അന്വേഷണം ഏതറ്റം വരെ പോകുന്നുവോ പോയിക്കോട്ടെ, CPIM-ന് അതിലൊരു ഭയവുമില്ല. മടിയിൽ കനമുള്ളവന് മാത്രമേ മറ്റുള്ളവരെ പേടിക്കേണ്ടതുള്ളൂ. ഒരു വിഭാഗം മാധ്യമങ്ങളുടെ പിന്തുണയോടെ കോൺഗ്രസ് വിവിധ സമരങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. CPIM നേതാക്കളെ കേസിൽ പ്രതി ചേർക്കാത്തതാണ് കോൺഗ്രസിന്റെ അമർഷം. CBI വന്നാൽ ലക്ഷ്യം നേടാനാകുമെന്ന് അവർ തുറന്നു പറയുന്നു. CBI അന്വേഷണത്തിനു വേണ്ടി സമരം ഏതറ്റം വരെ കൊണ്ടുപോകുവാനും CPIM നേതാക്കളെ അറസ്റ്റ് ചെയ്യും വരെ കോൺഗ്രസ് പ്രവർത്തകർക്ക് വിശ്രമമില്ലെന്നും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് K. സുധാകരൻ പറഞ്ഞു. അവരെ ഏൽപ്പിച്ച, അവർക്ക് നേതൃത്വം കൊടുത്ത CPIM-ന്റെ നേതാക്കൾ ഗൂഢാലോചന കുറ്റത്തിൽ കടന്നു വരണം. അവരെ കുറ്റവാളിയാക്കുന്നത് വരെ, CBI ഉത്തരവ് വാങ്ങുന്നതുവരെ കാസർഗോഡ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വിശ്രമമില്ല. പെരിയയിൽ കോൺഗ്രസ് നടത്തിയ ആക്രമണങ്ങളിൽ രജിസ്റ്റർ ചെയ്ത 24 കേസുകളിൽ 500ഓളം പേർ പ്രതികളാണ്. കോൺഗ്രസിന്റെ ജില്ലാ പ്രാദേശിക നേതാക്കളും കേസിൽ പ്രതികളാണ്. അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് CPIM മാർച്ച് 1-ന് പെരിയയിൽ പൊതുയോഗം സംഘടിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന സർക്കാരിന്റെ 1000 ദിനാഘോഷങ്ങൾക്ക് തലസ്ഥാനത്ത് വർണ്ണാഭമായ സമാപനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാപന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ജനകീയ പിന്തുണയുടെ നേർക്കാഴ്ച കൂടിയായി സർക്കാരിന്റെ 1000 ദിനാഘോഷത്തിന്റെ സമാപന പരിപാടി. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശാരീരിക പ്രശ്നങ്ങളാൽ ഉദ്ഘാടന പ്രസംഗം ഒഴിവാക്കിയ മുഖ്യമന്ത്രി സാംസ്കാരിക വകുപ്പ് 1000 കലാകാരന്മാർക്ക് നൽകുന്ന ഫെലോഷിപ്പ് പദ്ധതിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. ചടങ്ങിൽ അധ്യക്ഷ പ്രസംഗം നടത്തിയ റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ സർക്കാരിന്റെ ജനകീയ മുഖത്തിന്റെ പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞു. ഓരോ മേഖലയിലും ജനങ്ങൾ മുൻപ് അനുഭവിച്ചിട്ടില്ലാത്ത വികസന കുതിച്ചുചാട്ടമാണ് നടക്കുന്നതെന്ന കാര്യം പ്രതിപക്ഷത്തിന് പോലും എതിർക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു തരത്തിൽ പറഞ്ഞാൽ സംസ്ഥാനത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത വിധം, ഒരു പ്രദേശത്തെയും ജനങ്ങൾ ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത വിധം വികസനത്തിന്റെ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം നടത്താൻ ഈ ഗവൺമെന്റിന് 1000 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ സാധ്യമായി എന്നത് ഇന്ന് എതിരാളികൾ പോലും, രാഷ്ട്രീയമായി വ്യത്യസ്ത അഭിപ്രായമുള്ളവർക്ക് പോലും അംഗീകരിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കേരളം എത്തിച്ചേർന്നിരിക്കുകയാണ്.
തുടർന്ന് സംസാരിച്ച വ്യവസായ മന്ത്രി ഇ.പി. ജയരാജൻ സർവ്വമേഖലയിലും നാടിന്റെ നില മനസ്സിലാക്കിയുള്ള പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ പാവപ്പെട്ടവർക്കും തലചായ്ക്കാൻ ഇടമൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭവനരഹിതരുള്ള കേരളം, ആ ഭവനരഹിതർക്ക് മുഴുവൻ വീടില്ലാത്തവർക്ക് വീട്, ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും വീടും, മുഴുവൻ ആളുകൾക്കും വീട് 5 വർഷം ഈ ഗവൺമെന്റ് പൂർത്തീകരിക്കുമ്പോൾ കേരളത്തിലെ 4.5 ലക്ഷത്തിലധികം വരുന്ന ഭവനരഹിതരായിട്ടുള്ള മുഴുവൻ ആളുകളും സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുന്നത് കാണാം. അതാണ് ഈ ഗവൺമെന്റിന്റെ നയങ്ങൾ. മറ്റു മന്ത്രിമാരും പങ്കെടുത്ത പരിപാടിയിൽ പബ്ലിക് റിലേഷൻസ് വകുപ്പ് പ്രസിദ്ധീകരിച്ച 4 പുസ്തകങ്ങളുടെ പ്രകാശനവും നടന്നു. പരിപാടിയുടെ ഭാഗമായി എഴുത്തച്ഛൻ മുതൽ ONV വരെയുള്ളവരുടെ രചനകൾ കോർത്തിണക്കി 300 കലാകാരന്മാർ ഒരുക്കിയ മെഗാ ഷോ സദ്ഭാവന കാണികൾക്ക് വേറിട്ട ദൃശ്യാനുഭവമായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരുവനന്തപുരം സോണൽ ADGP ആയിരുന്ന അനിൽ കാന്തിനെ വിജിലൻസ് ADGP ആയി സർക്കാർ നിയമിച്ചു. ഷെയ്ഖ് ദർവേഷ് സാഹിബ് ക്രൈംബ്രാഞ്ചിലേക്ക് സ്ഥലം മാറിപ്പോയ ഒഴിവിലേക്കാണ് നിയമനം. 51 DYSP അഡീഷണൽ SP-മാർക്കും സ്ഥലം മാറ്റം. തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ പ്രബുലചന്ദ്രനെ കൊല്ലത്തെ സിറ്റി അസിസ്റ്റന്റ് കമ്മീഷണറാക്കി സ്റ്റുവർട്ട് കെയ്ലർ ആണ് പുതിയ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ. കൊല്ലം DCRB DYSP വിനോദ് നെടുമങ്ങാട് DYSP ആയും. ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ A. പ്രതാപ് കുമാറിനെ കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറായും മാറ്റി നിയമിച്ചു. കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ ദിൻ രാജാണ് പുതിയ കൊട്ടാരക്കര DYSP. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ളത് അസമിലാണ്. പൌരത്വ നിയമ ഭേദഗതി ബില്ലും പൌരത്വ പട്ടിക വിവാദവും തിരിച്ചടി സൃഷ്ടിക്കുമെന്ന ആശങ്കയിലാണ് BJP. ഹിന്ദുത്വവാദം പ്രാദേശിക ഗോത്രങ്ങളുടെ സ്വത്വത്തെ ഹനിക്കുന്നതും BJPക്ക് തിരിച്ചടിയാകും. BJP ഘടകകക്ഷികൾ തന്നെ ഇതിൽ അസ്വസ്ഥരാണ്. ബംഗാളി മുസ്ലിം വിരുദ്ധ വോട്ടുകളെ ഏകീകരിക്കാൻ BJP ശ്രമിക്കുമ്പോൾ മുസ്ലിം വോട്ടുകളെ ഏകീകരിച്ച് നേട്ടമുണ്ടാക്കാനാണ് കോൺഗ്രസ് ശ്രമം. അസം പൌരത്വ പട്ടികയിൽ തുടങ്ങി പൌരത്വ ഭേദഗതി ബിൽ വരെ എത്തി നിൽക്കുമ്പോൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ അസ്വസ്ഥമാണ്. സംഘർഷങ്ങളിലേക്ക് മേഖലയെ തള്ളിവിട്ടതിന് പിന്നിൽ BJP ആണെന്ന പൊതുവികാരം ശക്തമായുണ്ട് അസമിൽ. 14 സീറ്റുകളുള്ള സംസ്ഥാനത്ത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ കരുത്തറിയിച്ച BJP തൊട്ടു പിന്നാലെ സംസ്ഥാന ഭരണവും പിടിച്ച് വൻ ശക്തിയായി. എന്നാൽ അടുത്ത കാലം വരെയുണ്ടായിരുന്ന മേൽക്കൈ പൌരത്വ ഭേദഗതി ബില്ലോടെ BJPക്ക് നഷ്ടമായി. ബില്ലിനെതിരെ ശബ്ദിച്ച് അസം ഗണപരിഷത്ത് മുന്നണി വിട്ടതും BJPക്ക് കൂടുതൽ ക്ഷീണമേൽപ്പിച്ചു. എന്നാൽ അസം ഉടമ്പടിയുടെ 6ാം വകുപ്പ് നടപ്പാക്കുമെന്ന് ഉറപ്പു നൽകി അനുകൂല സാഹചര്യം ഒരുക്കാനുള്ള ശ്രമത്തിലാണ് BJP. തദ്ദേശീയരെക്കാൾ ബംഗാളി മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നത് BJP പ്രചരണ വിഷയമാക്കും. ഇതുവഴി അസമീസ് ഗിരിവർഗ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം BJP ലക്ഷ്യമിടുന്നു. അസമികളുടെ പിന്തുണ ലക്ഷ്യമാക്കിയാണ് സംഗീതജ്ഞൻ ഭൂപൻ ഹസാരികയ്ക്ക് കേന്ദ്ര സർക്കാർ ഭാരതരത്ന നൽകിയത്. മുസ്ലിം വോട്ടുകളെ എത്രത്തോളം ഏകീകരിക്കാൻ കോൺഗ്രസിന് സാധിക്കുമെന്നത് തെരഞ്ഞെടുപ്പ് ചിത്രത്തെ കാര്യമായി സ്വാധീനിക്കും. പൌരത്വ ഭേദഗതി ബിൽ രാജ്യസഭയിൽ പാസ്സാകാഞ്ഞതിന് കാരണം തങ്ങളാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചതും മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമാക്കിയാണ്. അധികാരം നഷ്ടമായെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാനത്തിൽ BJPയേക്കാൾ മുന്നിലാണ് കോൺഗ്രസ്. BJP സഖ്യം വിട്ട അസം ഗണപരിഷത്ത് തനിച്ചു മത്സരിക്കുമോ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുമോ എന്നതിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നു. ബദറുദ്ദീൻ അജ്മലിന്റെ പാർട്ടിയായ AIUDF ഉൾപ്പെടെയുള്ള പ്രാദേശിക പാർട്ടികളും തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തികളാണ്. മാറിമറിയുന്ന ഗോത്രവിഭാഗങ്ങളുടെ നിലപാടുകൾ, ഏതു നിമിഷവും മുന്നണി വിടുന്ന പാർട്ടികൾ, ക്ഷണനേരം കൊണ്ട് പാർട്ടി മാറുന്ന നേതാക്കൾ, ഇവയൊക്കെ വടക്ക് കിഴക്കൻ മേഖലയുടെ രാഷ്ട്രീയ സവിശേഷതയാണ്. ഈ സ്വഭാവം അസമിലും പ്രകടമായതിനാൽ അന്തിമ ചിത്രം തെളിയാൻ ഒരുപക്ഷെ വോട്ടെണ്ണൽ വരെ തന്നെ കാത്തിരിക്കേണ്ടി വരും. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന കേരള സംരക്ഷണ യാത്രയുടെ എറണാകുളം ജില്ലയിലെ പര്യടനം തുടരുന്നു. ജില്ലയിലെ 2ാം ദിന പര്യടനം ഇന്ന് പെരുമ്പാവൂരിൽ നിന്ന് ആരംഭിക്കും. തുടർന്ന് അങ്കമാലി, ആലുവ, കളമശ്ശേരി എന്നിവിടങ്ങളിലും സ്വീകരണം നൽകും. ഇന്നലെ വൈകിട്ട് പട്ടിമറ്റത്തെ സ്വീകരണത്തോടെയാണ് ജില്ലയിലെ ആദ്യ ദിവസത്തെ പര്യടനം അവസാനിച്ചത്.
കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥയ്ക്ക് എറണാകുളം ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിലും ആവേശോജ്വല സ്വീകരണമാണ് ലഭിച്ചത്. ഇന്നലെ ജില്ലയിൽ പ്രവേശിച്ച ജാഥ കോതമംഗലം, മൂവാറ്റുപുഴ, പിറവം എന്നിവിടങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം കുന്നത്തുനാട് മണ്ഡലത്തിലെ പട്ടിമറ്റത്താണ് സമാപിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തുറന്നുകാട്ടിയ കോടിയേരി ബാലകൃഷ്ണൻ LDF സർക്കാർ 1000 ദിവസത്തിനുള്ളിൽ നടപ്പാക്കിയ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് പട്ടിമറ്റത്തെ സ്വീകരണ സമ്മേളനത്തിൽ വിശദീകരിച്ചു. മുഴുവൻ കുടിശ്ശികയും മാർച്ച് 25 മുതൽ പെൻഷൻകാർക്ക് കൊടുത്തു തുടങ്ങും. പെൻഷന്റെ കുടിശ്ശിക 4 മാസത്തെ കൊടുക്കുമ്പോൾ 4 മാസത്തത് മാത്രമല്ല കൊടുക്കാൻ പോകുന്നത്, 1 മാസത്തെ പണം അഡ്വാൻസ് ആയിട്ട് കൊടുക്കാൻ നമ്മുടെ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ജാഥ ക്യാപ്റ്റൻ കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെ മുഴുവൻ ജാഥാംഗങ്ങൾക്കും വൻ വരവേൽപ്പാണ് ഓരോ സ്വീകരണ കേന്ദ്രത്തിലും ലഭിക്കുന്നത്. ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ കർഷക ജനത ഇടത് ജാഥയെ നെഞ്ചേറ്റുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കാണാൻ കഴിഞ്ഞത്. ജില്ലയിലെ 2ാം ദിവസത്തിലെ പര്യടനം പെരുമ്പാവൂരിൽ നിന്ന് തുടങ്ങി അങ്കമാലി, ആലുവ എന്നിവിടങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം കളമശ്ശേരിയിൽ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് LDF കേരള സംരക്ഷണ യാത്രയുടെ വടക്കൻ മേഖലാ ജാഥ പാലക്കാട് ജില്ലയിൽ പര്യടനം നടത്തുന്നത്. ആദ്യ ദിനം തൃത്താല മണ്ഡലത്തിൽ നിന്ന് പര്യടനം ആരംഭിച്ച് മണർക്കാട് ജാഥ സമാപിച്ചു. 2ാം ദിനത്തിൽ ഒറ്റപ്പാലത്ത് നിന്ന് പ്രയാണം ആരംഭിക്കുന്ന ജാഥ ചിറ്റൂരിൽ സമാപിക്കും. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ജനങ്ങളുടെ ആവേശകരമായ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് ജാഥ ജില്ലയിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുലാമന്തലിലൂടെ ജില്ലയിലേക്ക് പ്രവേശിച്ച ജാഥയ്ക്ക് ആദ്യ ദിനത്തിൽ തൃത്താലയിലും പട്ടാമ്പിയിലും ചെർപ്പുളശ്ശേരിയിലും മണ്ണാർക്കാടും നൽകിയ സ്വീകരണ യോഗങ്ങളിലേക്ക് സ്ത്രീകളടക്കം 100 കണക്കിന് ആളുകൾ ഒഴുകിയെത്തി. കോർപ്പറേറ്റുകളെ മാത്രം സഹായിക്കുന്ന സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. കേരള സർക്കാരിനെ അടക്കം തഴഞ്ഞുകൊണ്ട് തിരുവനന്തപുരം അടക്കം 6 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ നടത്തിപ്പ് ചുമതല മോദിയുടെ സുഹൃത്തായതിനാലാണ് അദാനിക്ക് കൈമാറിയതെന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞു. സർക്കാർ ഉടമയിൽ ആ വിമാനത്താവളം ഏറ്റെടുത്ത് നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കാതെ വിമാനത്താവള നടത്തിപ്പിൽ യാതൊരു മുൻപരിചയവുമില്ലാത്ത അദാനിക്ക് ആ വിമാനത്താവളങ്ങളെല്ലാം കൊടുത്തു. ഇതെല്ലാം കാണിക്കുന്നത് കോർപ്പറേറ്റുകളുടെ താൽപര്യം സംരക്ഷിക്കുന്ന സർക്കാരാണ് ഈ 5 വർഷക്കാലം അധികാരത്തിലിരുന്നത് എന്ന്. സൈന്യത്തിന് രാഷ്ട്രീയമില്ല. ദേശഭക്തിയുള്ളതുകൊണ്ടാണ് സൈന്യം ഭീകരവാദികൾക്കെതിരെ ശക്തമായി തിരിച്ചടി നൽകിയത്. എന്നാൽ യുദ്ധഭീതിയുണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പിനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് ആരെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ കുറ്റം പറയാനാവില്ല. രാജ്യത്തെ സൈന്യത്തിന് രാഷ്ട്രീയമില്ല. സൈന്യത്തിനുള്ളത് ദേശഭക്തിയാണ്. ആ ദേശഭക്തി പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യക്കെതിരായ ആക്രമണത്തെ അത് തടയാൻ, തിരിച്ചടിക്കാൻ ഇന്ത്യൻ സൈന്യം തീരുമാനിച്ചത്. അതിന്റെ പേരിൽ നരേന്ദ്രമോദി നെഞ്ചളവ് കൂട്ടുന്നതിൽ എന്താ അർത്ഥം? 2ാം ദിനത്തിൽ രാവിലെ 10 മണിക്ക് ഒറ്റപ്പാലത്താണ് ആദ്യ സ്വീകരണ പൊതുയോഗം. വൈകുന്നേരം 3 മണിക്ക് കോങ്ങാടും 4 മണിക്ക് മലമ്പുഴയിലും 5 മണിക്ക് ചിറ്റൂരിലും ജാഥയ്ക്ക് സ്വീകരണം നൽകും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സുഡാനി ഫ്രം നൈജീരിയയിലെ മജീദിന്റെയും സുഡുമോന്റെയും ഉമ്മ ജമീലെ അവതരിപ്പിച്ച സാവിത്രി ശ്രീധരൻ മികച്ച സ്വഭാവ നടിക്കുള്ള അവാർഡ് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ്. ജീവിതത്തിലെ 2ാമത്തെ അഭിനയമാണ് സിനിമയിലേതെന്നും അവാർഡ് ലഭിച്ചതിൽ അതിരറ്റ സന്തോഷമുണ്ടെന്നും സാവിത്രി പറയുന്നു. ഓനൊന്നും മനസ്സിലാവൂല, ഇംഗ്ലീഷിൽ തന്നെ പറയേണ്ടി വരും. നാടകരംഗത്തെ നക്ഷത്ര തിളക്കത്തിന് സിനിമാ രംഗത്തും അംഗീകാരം ലഭിച്ചപ്പോൾ ആദ്യം അവിശ്വസനീയതയായിരുന്നു സാവിത്രി ശ്രീധരന്. പിന്നെ ഒരുപാട് സന്തോഷം കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര വിശ്വസിക്കാൻ പറ്റാത്തൊരു അത്രയ്ക്കും സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. അഭിനയ ജീവിതത്തിലെ 2ാമത്തെ സിനിമയാണ് സുഡാനി ഫ്രം നൈജീരിയ. വളരെ ചെറുപ്പത്തിൽ MTയുടെ കടവിൽ അഭിനയിച്ച ഓർമ്മ മാത്രം. സിനിമാ രംഗത്തെ മിന്നും പ്രഭാവങ്ങൾ കണ്ടുണ്ടായ അപകർഷതാബോധത്തിൽ നിന്നാണ് ഇതുവരെ സിനിമയോട് അടുക്കാതിരുന്നതെന്ന് സാവിത്രി ശ്രീധരൻ എന്ന നാട്ടിൻപുറത്തുകാരി പറയുന്നു. എനിക്ക് ഒരു അപകർഷതാബോധം, സിനിമയിലേക്കൊന്നും പറ്റൂല. എനിക്ക് തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. സിനിമാ ഫീൽഡ് എന്നൊക്കെ പറയുമ്പോൾ വലിയ വലിയ ആൾക്കാർ, ഗ്ലാമർ ലോകമാണ്, ഗ്ലാമർ ലോകത്തുള്ള ഗ്ലാമർ ജീവിതമാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ വലിയ ആൾക്കാരാണ്. അപ്പോൾ അയ്യോ അങ്ങോട്ടൊന്നും നമ്മൾ വേണ്ട, പോവാതിരിക്കാൻ നല്ലതെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. സുഡാനി ഫ്രം നൈജീരിയയിലെ മജീദിന്റെയും സുഡുമോന്റെയും അമ്മ ജമീല പ്രേക്ഷക ഹൃദയം കീഴടക്കി കഴിഞ്ഞെന്ന് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ വന്ന ഫോൺ കോളുകളോടെ മനസ്സിലായിരുന്നു. അവാർഡ് വിശേഷം അറിഞ്ഞപ്പോഴും ആരാധകരുടെ ഫോൺ കോൾ പ്രവാഹമാണ്.
60-61 കാലഘട്ടത്തിൽ നാടകാഭിനയത്തിന് പോയിരുന്ന സ്ത്രീകൾ അനുഭവിച്ച സാമൂഹ്യ നിന്ദകളൊന്നും തന്നെ വേട്ടയാടിയിട്ടില്ലെന്നും കോഴിക്കോട്ടെ ജനതയും തന്റെ അച്ഛനും കുടുംബവും അന്നും ഇന്നും കലയെയും കലാകാരികളെയും ഹൃദയത്തിലേറ്റിയവരാണെന്നും സാവിത്രി ശ്രീധരൻ പറയുന്നു. ഈ കോഴിക്കോട്ടുകാരാണ് എന്നെ വളർത്തിയത്. എനിക്ക് സ്നേഹവും പ്രോത്സാഹനവും അംഗീകാരവും അനുഗ്രഹവും ഒക്കെ തന്ന് എന്നെ വളർത്തിയത് എൻ്റെ കോഴിക്കോട്ടുകാരാണ്, എൻ്റെ നാട്ടുകാരാണ്. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു, നല്ല സപ്പോർട്ടാ. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ ഫിറോഷ് കൂട്ടാലിയുടെക്കൊപ്പം PV ജോഷില. തോട്ടം മേഖലയിലെ തൊഴിലാളികൾക്ക് സർക്കാർ ഇടക്കാല ആശ്വാസം പ്രഖ്യാപിച്ചു. തൊഴിലാളികൾക്ക് ദിവസം 50 രൂപ നിരക്കിൽ ആശ്വാസ ധനസഹായം നൽകാനാണ് തീരുമാനം. സർക്കാർ തോട്ടം ഉടമകളുമായും തൊഴിലാളി പ്രതിനിധികളുമായും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. സ്വന്തമായൊരു വീടില്ലാത്തതിനാൽ പുറമ്പോക്കിലും വാടക വീടുകളിലും കഴിച്ചുകൂട്ടിയ ദുരിത നാളുകൾക്ക് വിട. ഇനി സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നല്ല നാളുകൾ. ഭൂരഹിത ഭവനരഹിതർക്കുള്ള ലൈഫ് മിഷൻ ഭവന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച സമുച്ചയത്തിൽ 210 കുടുംബങ്ങൾക്കാണ് താമസ സൗകര്യം. ആദ്യഘട്ടത്തിൽ 169 കുടുംബങ്ങൾക്ക് മന്ത്രി AC മൊയ്തീൻ താക്കോൽ കൈമാറി. ഇതിന്റെ രണ്ടാം ഘട്ടം ഭൂമിയുള്ള ഭവനരഹിതരായ ആളുകൾക്കാണ് വീട് കൊടുക്കാൻ തീരുമാനിച്ചത്. 1,84,000 ആളുകളുണ്ട്. അതിൽ 1,23,000 ആളുകൾ എഗ്രിമെന്റ് വെക്കുന്ന നടപടികളിലേക്ക് പോവുകയാണ്. 80,000-ഓളം വീടുകൾ വിവിധ ഘട്ടങ്ങളിൽ അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 30,000-ഓളം വീടുകൾ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു രണ്ടാം ഘട്ടത്തില്. തൊഴിൽ വകുപ്പിന് കീഴിലുള്ള ഭവനം ഫൗണ്ടേഷൻ കേരളയാണ് 1.5 ഏക്കർ സ്ഥലത്ത് 26 കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ചത്. 6 നിലകളിലായി നിർമ്മിച്ച കെട്ടിടത്തിൽ 217 ഫ്ളാറ്റുകളുണ്ട്. സമുച്ചയത്തോടനുബന്ധിച്ച് ആരോഗ്യ ഉപകേന്ദ്രം, അങ്കണവാടി, ലൈബ്രറി, കളിസ്ഥലം തുടങ്ങിയവയും നിർമ്മിച്ചിട്ടുണ്ട്. ചടങ്ങിൽ S രാജേന്ദ്രൻ MLA അധ്യക്ഷനായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാക്കാൻ കഴിയുന്ന പദ്ധതികളാണ് കേരള സർക്കാർ നടപ്പാക്കുന്നതെന്ന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മാധ്യമപ്രതിനിധികൾ. കേരള സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പദ്ധതി മികച്ചതാണെന്ന് സംഘം അഭിപ്രായപ്പെട്ടു. സാധാരണക്കാരോട് മികച്ച കരുതലാണ് മുഖ്യമന്ത്രിക്കുള്ളതെന്നും അവർ പറഞ്ഞു. 8 ദിവസത്തെ പഠന സന്ദർശന യാത്രയ്ക്ക് എത്തിയതായിരുന്നു സംഘം. ബംഗാൾ, ബീഹാർ, മധ്യപ്രദേശ്, ചണ്ഡീഗഡ്, പഞ്ചാബ്, അസം, ദില്ലി, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 40-അംഗ മാധ്യമ സംഘമാണ് 8 ദിവസത്തെ പഠനയാത്രയ്ക്കായി കേരളത്തിൽ എത്തിയത്. കേരളത്തിന്റെ വളർച്ച അത്ഭുതാവഹമാണെന്നും അതിൽ സർക്കാരിന്റെ ഇടപെടൽ മികച്ചതാണെന്നും സംഘാംഗങ്ങൾ പറഞ്ഞു. പൊതുജനങ്ങൾ സ്വന്തമെന്ന് കരുതുന്ന സർക്കാരാണ് ഇവിടെയുള്ളത്. അന്യസംസ്ഥാന തൊഴിലാളികൾക്കായി താമസ സൗകര്യമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ നയം കേന്ദ്രത്തിന് മാതൃകയാക്കാവുന്നതാണെന്നും അവർ പറഞ്ഞു. രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമപ്രവർത്തകനുമായ ഉമാകാന്ത് ലഖേര. We are told by the state agencies that we are giving highest minimum wage per day. I think it is more than 750 rupees per day. So which is much higher than that, much double or triple than that of the other states. So that is the unique thing I saw in Kerala. You have, when the laborer is working in factories and in some industrial areas, so he should have some residential facilities. So I am glad to know that the Apna Ghar scheme of the state government. മറ്റ് സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കും 100 സുരക്ഷാ ഉദ്യോഗസ്ഥരുള്ളപ്പോൾ ഇവിടെ തികച്ചും വ്യത്യസ്തമായ സാഹചര്യമാണ് കാണാൻ കഴിഞ്ഞത്. ചണ്ഡീഗഡിൽ നിന്നുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകൻ ദിനേശ് ഗോയൽ. इसमें एक चीज जो मैंने देखी है, सुरक्षा व्यवस्था. सीएम की सुरक्षा व्यवस्था में हमारे पंजाब में सीएम का कोई फंक्शन हो तो मिनिमम मतलब कि 1000 पुलिस मैन उनकी सुरक्षा में रैली में तैनात रहते हैं. लेकिन यहाँ पर मैंने अपना घर जो प्रोजेक्ट है उसका अभी सीएम साहब ने उद्घाटन किया और मंत्री साहब भी आए हुए थे उस फंक्शन में. अदर MLAs भी थे, अदर ऑफिसर्स भी थे, लेकिन पुलिस कर्मचारियों की जो संख्या थी वो 20 के करीब थी. മുഖ്യമന്ത്രിയുമായും എക്സൈസ് തൊഴിൽ വകുപ്പ് മന്ത്രിയുമായും സംഘാംഗങ്ങൾ കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നും തമ്മിലുള്ള ദ്വിദിന ഉച്ചകോടി ഇന്ന് 2ാം ദിനത്തിലേക്ക്. വിയറ്റ്നാം തലസ്ഥാനമായ ഹാനോയിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. ഉത്തര കൊറിയയുടെ ആണവ നിരായുധീകരണം സംബന്ധിച്ച് തുടർ ചർച്ചകളാണ് ഉച്ചകോടിയുടെ പ്രധാന അജണ്ട.